ഇത്തവണ ബി.ജെ.പി ശരിക്കും അന്തം വിട്ടു. ഹരിയാനയിൽ ബി.ജെ.പി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായിരിക്കുകയാണ്. കനത്ത തിരിച്ചടി തന്നെ കിട്ടിയിരിക്കുകയാണ് ബി.ജെ.പിക്ക്. 3 എം.എൽ.എമാർ നയാബ് സിംഗ് സൈനി നയിക്കുന്ന ബി.ജെ.പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതോടെയാണ് ഇവിടുത്തെ ബി.ജെ.പി സർക്കാർ തുലാസിലായത്. ബി.ജെ.പിക്കുള്ള പിന്തുണ പിൻവലിക്കുക മാത്രമല്ല, ഈ 3 പേരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സോംബീർ സാംഗ്വാൻ, രൺധീർ ഗൊല്ലൻ, ധരംപാൽ ഗോണ്ടർ എന്നീ സ്വതന്ത്ര എം.എൽ.എമാരാണ് ബി.ജെ.പിക്ക് നൽകിയ പിന്തുണ പിൻവലിച്ചത്. മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ റോഹ്തക്കിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ നടന്ന ഈ സംഭവ വികാസങ്ങൾ ബി.ജെ.പിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും ഉറപ്പായി കഴിഞ്ഞു. കർഷകരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് തങ്ങൾ ബി.ജെ.പിക്ക് നൽകി വന്നിരുന്ന പിന്തുണ പിൻവലിച്ചതെന്നാണ് സ്വതന്ത്ര എം.എൽ.എമാർ അഭിപ്രായപ്പെട്ടത്. ഇതോടെ ബി.ജെ.പി സർക്കാരിന്റെ സഭയിലെ കേവല ഭൂരിപക്ഷം നഷ്ടമായി. നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതായ സാഹചര്യത്തിൽ നയാബ് സിംഗ് സൈനി സർക്കാർ ഉടൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നേരത്തെ ബി.ജെ.പിക്ക് ഇവിടെ തിരിച്ചടി സമ്മാനിച്ചുകൊണ്ട് 3 ജെ.ജെ.പി എം.എൽ.എമാരും ബി.ജെ.പി സർക്കാരിന് നൽകിയ പിന്തുണ പിൻവലിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വതന്ത്രരും കൈവിടുന്നത്. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാന നിയമസഭയിൽ എൻ.ഡി.എ സഖ്യ സർക്കാരിന്റെ എം.എൽ.എമാരുടെ എണ്ണം 42ആയി കുറഞ്ഞു വന്നതാണ് പ്രത്യേകത. കോൺഗ്രസ് ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിനാവട്ടെ 34 എം.എൽ.എമാരാണ് സഭയിലുള്ളത്. ആകെ 90 സീറ്റുകളാണ് ഹരിയാന നിയമസഭയിലുള്ളത്. വരും ദിവസങ്ങളിൽ മതിയായ എണ്ണം എം.എൽ.എമാരുടെ പിന്തുണ ഉറപ്പാക്കാനായില്ലെങ്കിൽ സർക്കാരിന് ഭരണത്തിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് ബി.ജെ.പി സർക്കാരും പാർട്ടി നേതൃത്വവും നീങ്ങുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം 3ാം ഘട്ട പോളിംഗ് കഴിഞ്ഞ ദിവസം അവസാനിച്ചു. കർണാടക, യു.പി, ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്നു. അതിൽ കർണാടക ഉൾപ്പെടെ ബി.ജെ.പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ്. എന്നാൽ ആകെ വോട്ടിംഗ് ശതമാനം ഇടിയുന്നത് ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി കണക്കുകൂട്ടുന്നത്.